ഹായ് വെൽക്കം ടു ഫുഡ് ട്രാവലർ. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ റമദാൻ ആശംസകൾ. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിക്കുന്നത് മാലി ദ്വീപിലെ സ്പെഷ്യൽ ഇഫ്താർ വിഭവമായ ബിസ്കീമിയ അഥവാ മാലി സമൂസയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ, ഒരു ചെറിയ ഡോ ഉണ്ടാക്കണം. മൈദയും ഓയില്, ഉപ്പ് ചേർത്തിട്ട് ഒരു ഡോ ഉണ്ടാക്കുക. അതിനുശേഷം പുഴുങ്ങിയ മുട്ട, ക്യാബേജ്, സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പ്, ലൈം ജ്യൂസ്, ഇതെല്ലാം കൂടി ഒരു സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ മൈദയാണ്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, ഒരു 3 ടീസ്പൂൺ ഓയിൽ. അത് കൈക്ക് തന്നെ കുഴക്കണം. കുറച്ച് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചപ്പാത്തി, പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്നൊരു ഡോ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മാലി സമൂസ അഥവാ ബിസ്കീമിയയ്ക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറ്റൊന്നുമില്ല, നമ്മുടെ സാധാരണ പൊറോട്ട ഒക്കെ കുഴയ്ക്കുന്ന മാതിരി തന്നെ ഒരു ഡോയാണ്. അത് പരത്തിയെടുക്കാനുള്ളതാണ്. കുറച്ച് ഓയിൽ പരട്ടി വെക്കുക. അതിൽ ഇത് നമുക്കൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ ബോളിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്കീമിയയ്ക്കുള്ള അതിൻ്റെ ഒരു മസാല മിക്സർ റെഡിയാക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവാള, അത് ചെറിയ കഷ്ണങ്ങളാക്കി. എൻ്റെ കയ്യിൽ ചോപ്പറുണ്ട്, ആ ചോപ്പറിലേക്ക് ഞാൻ ഇടുകയാണ്. വെറുതെ ജസ്റ്റ് റഫായിട്ട് കട്ട് ചെയ്ത് ചോപ്പറായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. അതിലേക്ക് ക്യാബേജ്, ഒരു 4 പച്ചമുളക്, എല്ലാം നമ്മൾ വെറുതെ റഫായിട്ട് കട്ട് ചെയ്തിടുന്നുള്ളൂ. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു അരമുറി നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പോളം. ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അതൊന്ന് പകുതി ക്രഷായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ ഒരു 3 മുട്ട, ആ മുട്ടയുടെ കൂടി ഇട്ടിട്ട് ബാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ബോള് റെഡി ആയിട്ടുണ്ട്. അത് ചെറിയ ബോൾ ഇടണം. അപ്പോൾ പൊറോട്ടയ്ക്കൊക്കെ ഇടുന്ന പോലെ ചെറിയ ബോള്. അത് സാധാരണ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോൾ ഇടുക. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സ്നാക്സാണ്. ഇത് സവാളയൊന്നും വഴറ്റണമെന്നില്ല. ഇനി വഴറ്റിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വഴറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അത്
പരത്താൻ റെഡിയാക്കി വെച്ചിരുന്ന ബോൾ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദ മുക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അപ്പോൾ അത് ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫില്ലിങ് വെക്കുകയാണ്. ഇത്രയും ഫില്ലിങ് മതി. അതിഞ്ഞും മടക്കണം. രണ്ട് വശം മടക്കിയിട്ട് ലേശം വെള്ളം രണ്ട് സൈഡിലും പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കിയെടുക്കാം. അത് നമ്മുടെ ഒരു ചെറിയ പാക്ക് മാതിരി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്കീമിയ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ മറിച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ ബിസ്കീമിയ റെഡി ആയിട്ടുണ്ട്. അത് കോരുകയാണ്. നല്ല ക്രിസ്പായിട്ടുണ്ട്. അപ്പം ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലുണ്ടാക്കിയ ഈ നോമ്പുതുറ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാണ്ട് ഫുഡ് ട്രാവലർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.